63 കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി.ആർ. അനിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ.എൻ. ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളായ ശ്രീ ആസിഫ് അലി, ശ്രീ ടൊവിനോ തോമസ് എന്നിവർ ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി. ശിവൻകുട്ടി സ്വർണക്കപ്പ് സമ്മാനിക്കും. മന്ത്രിമാരായ ശ്രീ കെ.എൻ. ബാലഗോപാൽ, ശ്രീ കെ. കൃഷ്ണൻകുട്ടി, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീ വി.എൻ. വാസവൻ, ശ്രീ കെ.ബി. ഗണേഷ് കുമാർ, അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസ്, ശ്രീ എം.ബി. രാജേഷ്, ശ്രീ പി. പ്രസാദ്, ശ്രീ സജി ചെറിയാൻ, ഡോക്ടർ ആർ. അതെ, പ്രധാന വേദിയിൽ സാംസ്കാരിക സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. യുവാക്കളുടെ ഹരമായ ടൊവിനോ തോമസും ആസിഫ് അലിയും വന്നതോടുകൂടി തന്നെ വലിയൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയും മുണ്ടും അടിപൊളിയും. അവരെപ്പോഴും അങ്ങനെയാണ് അല്ലെ, ട്രെൻഡിനനുസരിച്ചും കാലത്തെ വളരെ സിമ്പിൾ ആയിട്ടും വസ്ത്രം ധരിച്ച്, അതുകൊണ്ടായിരിക്കും കൂടുതൽ പേര് അവരെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നതും. അതുപോലെ സാംസ്കാരിക സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. മന്ത്രി ശിവൻകുട്ടിയുണ്ട്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുണ്ട്, ഒപ്പം തന്നെ സ്പീക്കറുണ്ട് എൻ. ഷംസീറുണ്ട്, മന്ത്രിമാരായ റവന്യൂ മന്ത്രിയുണ്ട്, ഒപ്പം തന്നെ അങ്ങനെ പല വിവിധ മന്ത്രിമാർ, എം.എൽ.എമാർ, ജനപ്രതിനിധികൾ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട്. മേയറുണ്ട്. അങ്ങനെ അതെ, എന്താ ജനാവലി. ഗ്രൂപ്പ് ഡാൻസ് മത്സരത്തിന് ശേഷം ഇത്രയധികം ജനങ്ങളെ ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? ഉദ്ഘാടന സമയത്ത് പോലും ഇത്രയധികം ജനങ്ങൾ ആദ്യ ദിവസങ്ങളിലേക്ക് തന്നെ പറഞ്ഞല്ലോ, ഓരോ സ്ഥലത്തും നമ്മൾ പോകും. കോഴിക്കോട് വലിയ തിരക്കായിരുന്നു, കൊല്ലം നമ്മൾ ഞെട്ടിച്ചളഞ്ഞു നമ്മളെ. അപ്പൊ തിരുവനന്തപുരം എങ്ങനെയായിരിക്കുന്നത്? ആ തിരുവനന്തപുരം ഇങ്ങനെയായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ വേദിയിലെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ആസിഫ് അലിയും ടൊവിനോ തോമസും മന്ത്രിയുടെ അടുത്തിരിക്കുന്നുണ്ട്. വലിയ സൗഹൃദ സംഭാഷണത്തിലൊക്കെയാണ് അവര്. പക്ഷേ സദസ്സിനെ കാണിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. അതോടൊപ്പം വി. ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സൗഹൃദ. നമുക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം എപ്പോഴും ഈ രാഷ്ട്രീയ വൈരം, ചർച്ചകൾ, വലിയ പ്രതിഷേധങ്ങൾ, വാഗ്വാദങ്ങളൊക്കെ കണ്ട് ഇതുപോലൊരു കാഴ്ച കാണുമ്പോൾ അതിമനോഹരമാണ്. കല നമ്മളോട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിന്റെ അർത്ഥമാണ്. അതാണ് ആ കാണുന്നത്. അതിന്റെ ഒരു നേർസാക്ഷ്യമാണ് ആ കാണുന്നത്. കല എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു, ഒരുമിച്ചിരുത്തുന്നു, സന്തോഷമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുതന്നെയാണ് കലയുടെ മഹത്വവും. ഓരോ വർഷവും കലോത്സവ നഗരിയിൽ എത്തുമ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നു. കലോത്സവം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെയല്ല, 3 വിധത്തിലാണ് മത്സരങ്ങൾ അല്ലേ? ഒന്ന് ജനറൽ മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ അറബിക് കലോത്സവവും സംസ്കൃത കലോത്സവവും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണ ഗോത്രകലകൾ കൂടിയുണ്ട്. 5 കലകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു മത്സരം. 5 പുതിയ ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അല്പസമയം മുൻപ് നമുക്ക് ഒരു ഗോത്രകല അവതരിപ്പിക്കാൻ കുട്ടികൾ വന്നിരുന്നു. എന്നിട്ട് 21 ടീമാണ്. അപ്രതീക്ഷിതമായി 21 ടീം. അതുപോലെ ഇരുള നൃത്തമൊക്കെ അഭ്യസിക്കാൻ ഇതിന് വേണ്ടിയിട്ട് വന്നവരുടെ വിശേഷങ്ങൾ. ആദ്യമായാണ് അവർ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നത്. അതുപോലെ നഗരത്തിൽ വരുന്നു. അവർക്കെല്ലാം അത്ഭുതമാണ്. ചിലപ്പോഴൊക്കെ അവരിങ്ങനെ പകച്ചു നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ എത്ര കാഴ്ചകളാണ്, എത്ര കൗതുക കാഴ്ചകളാണ് ഈ കലോത്സവ നഗരി നമുക്കായി കാത്തുവെച്ചത് അല്ലേ? ഇനിയിപ്പോൾ പ്രജിൻ വന്നു. പ്രജിൻ കുറച്ചു നേരം ഒന്ന് വെള്ളം കുടിക്കാൻ പോയതല്ലേ? പ്രജിൻ, ഞാൻ ഈ ജില്ലകളെല്ലാം ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കായിരുന്നു. നമുക്ക് ഇടയ്ക്കൊരു കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ അവസാനം നിൽക്കുന്ന ജില്ലയെ കുറിച്ച് കൂടി പറയണം എന്ന്. അത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയുടെ പോയിന്റ് 817 ഒട്ടും മോശം പോയിന്റ് ഒന്നും അല്ല. അത് മാത്രമല്ല പ്രവിത, അത് പ്രത്യേകം പറയണമല്ലേ, ഇതിപ്പോ നമ്മൾ വിജയാഘോഷങ്ങൾക്കിടയിൽ ആവേശത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും നമ്മൾ മത്സരിക്കുക, പങ്കെടുക്കുക, നന്നായി തന്നെ അത് ആസ്വദിക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നാമതെത്തി രണ്ടാമതെത്തി അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അതിലൊന്നും ആരും തളരരുത്. വടക്കൻ ജില്ലകളുടെ ആധിപത്യമാണ് ഈ മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂര്, പാലക്കാട്, കണ്ണൂര്, കോഴിക്കോട്, എറണാകുളം, മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട, ഇടുക്കി. ഇങ്ങനെയാണ് ആ ഓർഡർ, സ്ഥാനത്തിന്റെ ഓർഡർ അല്ലെ? അപ്പൊ 1ാം സ്ഥാനം തൃശ്ശൂർ. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കപ്പ് സ്വീകരിക്കുക. അതോടൊപ്പം 24 പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കപ്പുണ്ട്. അത് നമ്മൾ തൃശ്ശൂർ ജില്ലയ്ക്ക് സമ്മാനിക്കും. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളിനും നമ്മൾ ഒരു കപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇത്തവണ ആലത്തൂരിലേക്കാണ്. BSS ഗുരുകുലം സ്കൂളിനാണ് ആ കപ്പ്. ദൃശ്യങ്ങളുണ്ട്. വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുന്നു. അവർ അഭിസംബോധന ചെയ്യുന്നു സ്പീക്കർ എൻ. ഷംസീർ. ഒപ്പം ധനമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുണ്ട്, ജി.ആർ. അനിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്,
അങ്ങനെ വേദിയിൽ വിശിഷ്ട വ്യക്തികളെല്ലാം സന്നിഹിതരായി കഴിഞ്ഞു. ഇനി സമാപന സമ്മേളനം ഔപചാരികമായി ആരംഭിക്കും. 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപനം കുറിക്കുകയാണ്. അക്ഷമരായി കാത്തു നിൽക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ ടൊവിനോ തോമസും ആസിഫ് അലിയും വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ഓട്ടം കണ്ടു അല്ലെ? ആരാധകരും നമ്മളോടൊപ്പം നിന്നിരുന്ന ആ തൃശ്ശൂർ ടീം ഓടിപ്പോയി. അതെ, അതൊരു അഭിമാനമാണ്. കാരണം എല്ലാവരും അറിയപ്പെടുന്ന കുറെ ആൾക്കാരുടെ മുന്നിൽ നിന്ന് ആ സ്വർണ്ണക്കപ്പ് വാങ്ങുക എന്നുള്ളതാണ്